നെന്മാറ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട വീട്ടിലേക്ക് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. കുട്ടികളുമായി സംസാരിക്കുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാൽ അപ്പോൾ തന്നെ അയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും ജയിലിൽ അടയ്ക്കാൻ കഴിയും. ഈ കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതാണ് ഈ അച്ഛനെ കൊല്ലും അല്ലെങ്കിൽ അമ്മാമയെ കൊല്ലും, ഭീഷണിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ഗൗരവവും പോലീസ് എടുത്തില്ല. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ്. അതൊരു SHOയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. ഈ കുട്ടികളുടെ അമ്മയെ കൊന്നു, അത് കഴിഞ്ഞ് അച്ഛനെയും അമ്മാമ്മയും കൊന്നു. ഈ കുടുംബത്തെ ആര് സംരക്ഷിക്കും? ആ പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയിലൂടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ആളിനെ അപ്പോൾ തന്നെ അത് ജാമ്യം ക്യാൻസൽ ചെയ്ത് അയാളെ ജയിലിലേക്ക് അയക്കേണ്ടതാണ്. അതുണ്ടാകാതെ പോയത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇപ്പം ഈ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ഈ കുട്ടികളെ ഏറ്റെടുക്കും. ഞാൻ മന്ത്രി വീണ ജോർജുമായി ഇപ്പോൾ ഫോണിൽ സംസാരിച്ച് കുട്ടികൾക്ക് ഫോൺ കൊടുത്ത് മന്ത്രിയോട് ഈ കുട്ടികൾ സംസാരിക്കും. നഴ്സിംഗ് പാസ്സായ കുട്ടിക്ക് ഇവിടെ ജില്ലാ ആശുപത്രിയിൽ ജോലി കൊടുക്കാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ പഠനം നടത്തുന്ന BCom പഠിക്കുന്ന അതുല്യക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്ന് ഇപ്പോൾ മന്ത്രി സമ്മതിച്ചിട്ടുണ്ട്. കൊലപാതകം നടന്ന വീട്ടിൽ സുധാകരന്റെ വീട്ടിലെത്തിയതാണ് രമേശ് ചെന്നിത്തല.